ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനായുള്ള വീഡിയോ ആണ്. ഡിസിഷൻ എടുക്കും മുമ്പ് നിങ്ങളുടേതായ രീതിയിൽ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണിഫിറ്റ്, മണി മലയാളം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. വിസിറ്റ് www.moneymalayalam.com, www.moneyfit.news. ലിങ്ക് ഇൻ ബിലോ. കഴിഞ്ഞ ദിവസം പതിവില്ലാതെ കൂടെ പഠിച്ച സുഹൃത്തിൻ്റെ ഒരു മെസ്സേജ്. കാര്യം തിരക്കിയപ്പോൾ 10,000 രൂപ ഗൂഗിൾ പേ വഴി ഒരാൾക്ക് അയച്ചു. അക്കൗണ്ടിൽ നിന്നും പൈസ പോയി, പക്ഷേ അയച്ച ആൾക്ക് പൈസ കിട്ടിയിട്ടുമില്ല. ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആണ്. ബാങ്ക് HDFC ബാങ്ക് ആയിരുന്നു. HDFC ബാങ്കിൽ കോൺടാക്ട് ചെയ്തപ്പോൾ തേർഡ് പാർട്ടി ആപ്പ് ആയതിനാൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു 2-3 ദിവസം വെയിറ്റ് ചെയ്യും, ഒന്നെങ്കിൽ നിൻ്റെ അക്കൗണ്ടിലോ ഇല്ലെങ്കിൽ ആർക്കാണോ അയച്ചത് അവരുടെ അക്കൗണ്ടിലോ ക്രെഡിറ്റ് ചെയ്ത് കിട്ടുമെന്ന്. അപ്പോൾ പറഞ്ഞു 2-3 ദിവസമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 14 ദിവസത്തോളമായി അക്കൗണ്ടിൽ നിന്നും പൈസ പോയിട്ട് എന്നാണ് പറഞ്ഞത്. പലപ്പോഴും ഇത്തരമൊരു അവസ്ഥ നമുക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. നമ്മൾ ഗൂഗിൾ പേ വഴി ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും UPI പ്ലാറ്റ്ഫോം വഴി പണം സെൻഡ് ചെയ്യാൻ നേരത്തെ ട്രാൻസാക്ഷൻ ഫെയിലായി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്നും പോയ പൈസ അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. പക്ഷേ പലപ്പോഴും ട്രാൻസാക്ഷൻ പെൻഡിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ പോവുകയും ചെയ്യും, അയച്ച ആൾക്കായിട്ട് കിട്ടുകയും ചെയ്യില്ല. അതായത് പൈസ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന രീതിയിൽ എയറിൽ നിൽക്കുന്ന ഒരവസ്ഥ. പലപ്പോഴും നമ്മൾ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത മൊബൈൽ ആപ്പിൻ്റെ സപ്പോർട്ട് ടീമുമായിട്ട് ബന്ധപ്പെടുവാൻ നേരത്ത് 48 മണിക്കൂർ എടുക്കും ഇത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടാനെന്നുള്ളൊരു ഉത്തരമായിരിക്കും കിട്ടുന്നത്. 48 മണിക്കൂർ ആകുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദി കേസിലും ഒന്നെങ്കിൽ പണം നമ്മുടെ അക്കൗണ്ടിൽ തന്നെ റിട്ടേൺ ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ അയച്ചത് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ 48 മണിക്കൂറിന് മുകളിൽ കുറേ അധികം ദിവസങ്ങൾ എടുത്തേക്കാം ഈ പണം ക്രെഡിറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. പിന്നെ ചില കേസിലൊക്കെ ആണെങ്കിൽ യാതൊരു അറിവും കാണില്ല. നമ്മളത് കോൺടാക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായ പണം നമുക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ. എന്നാൽ ഇങ്ങനെ നഷ്ടമാകുന്നത് ചെറിയ ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ പലരും അത് ഒഴിവാക്കാറാണ് പതിവ്. കാരണം ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. എന്നാൽ നമ്മൾ UPI വഴി പണം ട്രാൻസ്ഫർ ചെയ്യുവാൻ നേരത്ത് പണം നഷ്ടമായി കഴിഞ്ഞാൽ നമുക്കത് കോൺടാക്ട് ചെയ്യുവാനും അത് നേടിയെടുക്കുവാനായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം UPIക്കുണ്ട്. അത് പലർക്കും അറിയില്ല. നമുക്കെന്തായാലും UPI പറ്റി ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ UPI വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാൻ നേരത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായി, അയച്ചാൾക്ക് കിട്ടിയില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്നും നോക്കാം. 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് UPI പറ്റി ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാത്ത ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം എന്താണ് UPI, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. UPI എന്നാൽ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഇത് IMPS ടെക്നോളജി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് UPI ഉപയോഗിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് പണം സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും സാധിക്കും. നമ്മൾ നോർമലി പണം സെൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റിസീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ചിൻ്റെ IFSC കോഡ് തുടങ്ങിയവ പോലുള്ള വിവരങ്ങൾ വേണ്ടതായുണ്ട്. പക്ഷേ നമ്മൾ UPI ഉപയോഗിച്ചാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് വേണ്ടത് VPA അഥവാ വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സാണ്. ഇത് നമ്മുടെ ഇമെയിൽ ID പോലത്തെ ഒരു അഡ്രസ്സാണ്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ shibu@SBI അല്ലെങ്കിൽ shibu@HDFC ബാങ്ക്, ഇങ്ങനെ മെയിൽ IDയോട് സമാനമായിട്ടുള്ളൊരു പേയ്മെൻറ്റ് അഡ്രസ്സ് ഉണ്ടാകും. ഇതാണ് വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ്. ഈ ഒരു വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പണം സെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ റിസീവ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് യുണീക്കാണ്. നിങ്ങളൊരു ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ID വേറൊരാൾക്ക് ക്രിയേറ്റ് ചെയ്യാനേ സാധിക്കില്ല. അത് യുണീക്കായിട്ടുള്ളൊരു ID ആണ്. നമുക്ക് ഈ ഒരു വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് ഉപയോഗിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് പണം സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും സാധിക്കും. നമുക്ക് ഈ ഒരു UPI ടെക്നോളജി ഉപയോഗിച്ച് പേഴ്സൺ ടു പേഴ്സൺ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ പേഴ്സൺ ടു മർച്ചൻറ്റ് പേയ്മെൻറ്റും ചെയ്യുവാനായി സാധിക്കും. ഇനി ആരാണ് ഈ ഒരു UPI പേയ്മെൻറ്റ് സിസ്റ്റത്തിന് പിന്നിൽ? NPCI എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI ആണ് ഈ ഒരു UPI പേയ്മെൻറ്റ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. രാജ്യത്തെ റീറ്റെയിൽ പേയ്മെൻറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള RBIയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെയും ഒരു കൂട്ടായ്മയാണ് NPCI. ഈ ഒരു NPCIയുടെ അംബർല സ്ട്രക്ചറിൽ 10 കോർ പ്രൊമോട്ടർ ബാങ്ക്സും അതുപോലെ തന്നെ 56 മെമ്പർ ബാങ്ക്സുമാണുള്ളത്. SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, HDFC ബാങ്ക്, സിറ്റി ബാങ്ക്, HSBC ബാങ്ക് എന്നിവയാണ് 10 കോർ പ്രൊമോട്ടർ ബാങ്ക്സ്. UPI കൂടാതെ റുപേ, IMPS, ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം, പിന്നെ NETC അഥവാ നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ, പിന്നെ NFS അഥവാ നാഷണൽ ഫൈനാൻഷ്യൽ സ്വിച്ച്, പിന്നെ ആധാർ എനബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം, ഇതെല്ലാം തന്നെ NPCIയുടെ പ്രൊഡക്റ്റുകളാണ്. ഇനി എങ്ങനെ നമുക്ക് UPI പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കാം? അതിനായിട്ട് കുറേ അധികം മൊബൈൽ ആപ്പുകൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ NPCIയുടെ തന്നെ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോം ഉണ്ട്, അതാണ് ഭാരത് UPI. ഭാരത് UPI ഉപയോഗിച്ച് നമുക്ക് UPI വഴി പണം അയക്കുവാനും അതുപോലെ തന്നെ സ്വീകരിക്കാനും
ഉപയോഗിക്കാനും സാധിക്കും. ഭാരത് UPIയുടെ UPI ഹാൻഡിൽ വരുന്നത് @UPI എന്നാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിഷാദ് @UPI അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ @UPI അങ്ങനെയായിരിക്കും ഈ ഒരു ഭീം UPIയുടെ UPI ഹാൻഡിൽ വരുന്നത്. നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്പ് ലഭ്യമാണ്. ഇതുകൂടാതെ ബാങ്ക് അവരുടേതായിട്ടുള്ള UPI പേയ്മെൻറ്റ് ആപ്പുകൾ പുറത്തിറക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫെഡറൽ ബാങ്ക് നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിന് ലോഡ്സ എന്ന് പറഞ്ഞൊരു UPI ആപ്പുണ്ട്. പിന്നെ ആക്സിസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് ഭീം UPI എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ബാങ്കിനും അവരുടേതായിട്ടുള്ള UPI ആപ്പുകളുണ്ട്. ഇതുകൂടാതെ വിവിധ ബാങ്കുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള തേർഡ് പാർട്ടി UPI പ്ലാറ്റ്ഫോമുകളുമുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മുടെ ഫോൺപേ, ഗൂഗിൾ പേ, ഫ്രീ ചാർജ്, പിന്നെ ആമസോൺ പേ അങ്ങനെയുള്ള UPI പ്ലാറ്റ്ഫോമുകൾ. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ തേർഡ് പാർട്ടി UPI പ്ലാറ്റ്ഫോമുകളാണ്. വിവിധ ബാങ്കുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇവർ UPI സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. NPCയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും നമുക്ക് അറിയുവാനായി സാധിക്കും. ഇതാണ് NPCയുടെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ എല്ലാവിധ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ ആക്റ്റീവായിട്ടുള്ള ലൈവ് മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണുവാനായി സാധിക്കും. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്, അലഹാബാദ് ബാങ്ക്, ആന്ധ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, അപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകളുടെ വിശദാംശങ്ങൾ നമുക്കറിയാം. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് തേർഡ് പാർട്ടി ആപ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ തേർഡ് പാർട്ടി ആപ്സ് നോക്കുകയാണെങ്കിൽ ഓരോ തേർഡ് പാർട്ടി ആപ്പും അതുപോലെ തന്നെ ഏത് ബാങ്കുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് അവർ സർവീസ് നടത്തുന്നത്, അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആമസോൺ പേ ആണെങ്കിൽ PSB ബാങ്ക് വരുന്നത് ആക്സിസ് ബാങ്ക് ആണ്, ഹാൻഡിൽ വരുന്നത് @APL ആണ്. ഇപ്പോൾ ബജാജ് ഫിൻസർവ് ഡയറക്റ്റ് ലിമിറ്റഡ് ആണെങ്കിൽ അതൊരു ആക്സിസ് ബാങ്കുമായി അസോസിയേറ്റ് ചെയ്താണ് UPI പേയ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഹാൻഡിൽ നെയിം വരുന്നത് @ABFS പേ എന്നാണ്. പിന്നെ കോയിൻ ടാബ്, ക്രെഡ്, പിന്നെ ഗൂഗിൾ പേ നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് അവർ UPI പേയ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഹാൻഡിലിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ MAPay ആണെങ്കിൽ ICICI ബാങ്കുമായി അസോസിയേറ്റ് ചെയ്താണ്. ഫോൺപേ ആദ്യം യെസ് ബാങ്കുമായിട്ട് മാത്രമായിരുന്നു, എന്നാൽ കുറച്ച് ഇഷ്യൂസ് വന്നായിരുന്നു. ആ ഒരു ടൈമിൽ അവർ വേറെ ബാങ്കുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തും നിലവിൽ UPI സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സെലക്റ്റഡ് കസ്റ്റമേഴ്സിന് മാത്രമാണ് ഇതിപ്പോൾ റോൾ ഔട്ട് ആയിരിക്കുന്നത്. ICICI ബാങ്കുമായും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കുമായും അസോസിയേറ്റ് ചെയ്തും ഫോൺപേ നിലവിൽ UPI പേയ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ അറിയുവാനായി സാധിക്കും. പിന്നെ UPI അപ് ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഓരോ മാസത്തെയും നമുക്ക് ഡൗൺ ടൈമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാനായി സാധിക്കും. ഇപ്പോൾ ഫെബ്രുവരി 2021 99.93% UPI അപ്പായിരുന്നു, കുഴപ്പമൊന്നും തന്നെ ഇല്ലായിരുന്നു. ജനുവരിയിലാണെങ്കിൽ 99.28% ആണ്. പിന്നെ ഏപ്രിൽ 2020 ആണെങ്കിൽ NPC അപ് ടൈം ഫോർ UPI 99.83% ആണ്. പിന്നെ ഡൗൺ ടൈം വന്നിട്ടുണ്ട്, 75 മിനിറ്റ് ഡൗൺ ടൈം വന്നിട്ടുണ്ട്. ഒരു ഇൻസിഡൻ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിശദാംശങ്ങളൊക്കെ നമുക്ക് ഈ ഒരു NPC വെബ്സൈറ്റിൽ കാണുവാനായി സാധിക്കും. പിന്നെ ഇവിടെ UPI എക്കോസിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മാസത്തെയും ടോപ്പ് 30 ബാങ്ക് പെർഫോമൻസ്, അതുപോലെ തന്നെ അത് നമ്മുടെ UPI ആപ്പിൻ്റെ പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ജനുവരി നോക്കുകയാണെങ്കിൽ ഫോൺപേ ആയിരുന്നു ഫസ്റ്റ്. ഇപ്പോൾ ഫെബ്രുവരി നോക്കുകയാണെങ്കിൽ ഫോൺപേ മാറി അത് എയർടെലായിട്ട് മാറിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ആപ്പിലൂടെയാണ് ഏറ്റവും കൂടുതൽ UPI ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ഈ ഒരു NPCയുടെ വെബ്സൈറ്റിൽ അറിയുവാനായി സാധിക്കും. പിന്നെ നമ്മളൊരു UPI പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് UPI ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ഇന്ന ബാങ്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് വേണം അങ്ങനെയുള്ള യാതൊരുവിധ നിബന്ധനയും വരുന്നില്ല. എക്സാമ്പിളായിട്ട് നിങ്ങൾ SBIയുടെ ഭീം UPI ആപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് SBIയിൽ അക്കൗണ്ട് വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടും ആഡ് ചെയ്ത് ഉപയോഗിക്കാനായി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. UPI പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് UPI പ്ലാറ്റ്ഫോമും തിരഞ്ഞെടുക്കാം. നോർമലി എല്ലാവരും ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ അല്ലെങ്കിൽ Paytm പോലുള്ള ആപ്പുകളൊക്കെയാണ്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് ഫോൺപേയും അതുപോലെ തന്നെ ഈ NPCയുടെ ഒഫീഷ്യൽ ആപ്പായ ഭീം UPIയുമാണ്. മോസ്റ്റ് ഓഫ് ദി കേസിലും ഫോൺപേ തന്നെയാണ് ഞാൻ UPIക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫോൺപേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫോൺപേയിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ നിങ്ങൾ മൊബൈലിൽ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. കാരണം നമ്മുടെ ഫോണിൽ നിന്നൊരു മെസ്സേജ് അയച്ചാണ് വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആയിരിക്കണം. ഇങ്ങനെ മെസ്സേജ് അയച്ച് വെരിഫിക്കേഷൻ നടത്തി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുവാൻ നേരത്ത് നമ്മൾ ആദ്യമായിട്ടാണ് UPI പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ UPI
പിൻ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും ഒക്കെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുവാൻ നേരത്ത് നമ്മളൊരു പിൻ അടിക്കുന്നുണ്ട്. പിൻ അടിച്ചാണ് നമ്മൾ അവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതൊരു സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ഒരു UPI കേസിലും പിൻ വരുന്നുണ്ട്. ഇതാണ് UPI പിൻ. ഈ ഒരു UPI പിൻ അടിച്ചാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഈ ഒരു UPI പിൻ നമ്മൾ കറക്റ്റായിട്ട് നൽകിയാൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുകയുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് UPI പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളൊരു UPI പിൻ ജനറേറ്റ് ചെയ്യണം. അങ്ങനെ ജനറേറ്റ് ചെയ്യുവാൻ നേരത്ത് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഡെബിറ്റ് കാർഡിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ നമ്മൾ നൽകേണ്ടതായുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് UPI പിൻ ജനറേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ മുൻപ് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ UPI ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ UPI പിൻ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി എങ്ങനെ UPI ഉപയോഗിച്ച് പണം ഒരാൾക്ക് അയക്കാം അതുപോലെ തന്നെ സ്വീകരിക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് NPCIയുടെ ഭീം UPI ആപ്പാണ്. നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ സെൻഡ് ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ സ്കാൻ ആൻഡ് പേ ഓപ്ഷൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം. ഒരാൾക്ക് പണം അയക്കണമെങ്കിൽ സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഒന്നെങ്കിൽ അക്കൗണ്ടും അതുപോലെ തന്നെ IFSC ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് നൽകി സെൻഡ് ചെയ്യാം. വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അങ്ങനെ ഒരു UPI ഹാൻഡിൽ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേര് കാണിക്കും. നമുക്ക് അയക്കേണ്ട എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യുക. ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കാണാം. അത് നമുക്ക് സ്വിച്ച് ചെയ്യാനായി സാധിക്കും. അതാണ് ആദ്യം പറഞ്ഞത്, നമുക്ക് എത്ര അക്കൗണ്ട് വരെ വേണമെങ്കിലും നമുക്ക് ഒരൊറ്റ UPI പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആഡ് ചെയ്യുവാനായി സാധിക്കും. എന്നിട്ട് ഇതുപോലെ നമുക്ക് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും റിമാർക്ക് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം. അതിനുശേഷം കൺഫേം ബട്ടൺ കൊടുക്കുക. കൺഫേം ബട്ടൺ കൊടുക്കുമ്പോൾ ഒരു പോപ്പപ്പ് വരും. അതിനുശേഷം സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള UPI പിൻ എൻ്റർ ചെയ്ത് ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ രീതിയിലാണ് ഭീം ആപ്പിലൂടെ ഒരു UPI ട്രാൻസാക്ഷൻ നടത്തുന്നത്. പിന്നെ നമ്മൾക്ക് കടയിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ടാകും UPI പേയ്മെൻറ്റിനായിട്ട്. അത് നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും. പിന്നെ ഇവിടെ തന്നെ പേ ബിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രോഡ്ബാൻഡ് ബില്ല്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ബില്ല്, പിന്നെ DTH ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് ബില്ല്, അങ്ങനെയുള്ള കുറേ ബിൽ പേയ്മെൻറ്റ്സ് നമുക്ക് നടത്താനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് UPI ഉപയോഗിച്ച് ചെയ്യാം. ഇനി എങ്ങനെ വെബ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് UPI ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. ഇപ്പോൾ ഞാൻ ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമിൽ ഒരു മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. മൂവി ചൂസ് ചെയ്ത് സീറ്റൊക്കെ സെലക്ട് ചെയ്തു. പേയ്മെൻറ്റ് ഓപ്ഷൻ എത്തി. പേയ്മെൻറ്റ് ഓപ്ഷൻ എത്തുവാൻ നേരത്ത് നമുക്ക് ഇവിടെ UPI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഡീഫോൾട്ടായിട്ട് കുറച്ച് UPI പ്ലാറ്റ്ഫോംസ് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊണ്ട് പേയ്മെൻറ്റ് നടത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്കാൻ QR കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ഒരു സ്കാൻ QR കോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു QR കോഡ് ജനറേറ്റ് ആകും. എന്നിട്ട് നമ്മുടെ UPI പേയ്മെൻറ്റ് ആപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് സ്കാൻ ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഭീം UPI ആയാലും ഫോൺപേ ആയാലും ഞാനിപ്പോൾ കാണിച്ച പോലെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു QR കോഡ് അങ്ങ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുവാൻ നേരത്ത് നമ്മളുടെ ആ ഒരു ടിക്കറ്റിൻ്റെ എമൗണ്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയും നമുക്ക് നമ്മുടെ UPI പിൻ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഒരു UPI പിൻ എൻ്റർ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്താം. ഇവിടെ ഒരു ടൈം ഇവിടെ കൊടുക്കുന്നുണ്ടാകും. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. ഇപ്പോൾ 4 മിനിറ്റ് 25 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. അത് കഴിയുമ്പോൾ ഈ ഒരു ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ ആ ഒരു ഇത് എക്സ്പയർ ആയി പോകും. അതിനുള്ളിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മെജോറിറ്റി വെബ്സൈറ്റുകളിൽ നമുക്ക് UPI ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് പേയ്മെൻറ്റ് നടത്താം. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നോർമൽ ഒരു കാർഡ് പേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മുടെ കാർഡിൻ്റെ എല്ലാ വിവരങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. OTP വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു UPI ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്ത് നമ്മുടെ UPI ആപ്പിൽ QR കോഡ് സെക്ഷൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് സ്കാൻ ചെയ്ത് UPI പിൻ എൻ്റർ ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ പേയ്മെൻറ്റ് നടത്താനായി സാധിക്കും. ഇനി എങ്ങനെയാണ് UPI വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഒരാൾക്ക് പണം അയക്കണം. ആളുടെ വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾക്ക് അയക്കേണ്ട എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. പിന്നെ UPI പിൻ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് ഓതൻറ്റിക്കേഷൻ നടത്തുന്നു. ഇത്രയുമാണ് പെയർ ബാങ്ക്, അതായത് നമ്മുടെ എൻഡിൽ നടക്കുന്നത്. അതിനുശേഷം ഇത് നേരെ പോകുന്നത് UPI സിസ്റ്റത്തിലേക്കാണ്. UPI സിസ്റ്റത്തിൽ NPCI മാപ്പർ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ഒരു വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സൊക്കെ വെരിഫിക്കേഷൻ നടത്തുന്നത്. ആ ഒരു വെരിഫിക്കേഷന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആർക്കാണോ അയച്ചത് ആ ഒരു ആളുടെ ബാങ്കിലേക്ക് നമ്മൾ അയച്ച എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ രീതിയിലാണ് UPI പേയ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി UPIയുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കാം. UPIയുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് NPCI സെറ്റ് ചെയ്തിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. നമുക്ക് ഡെയിലി UPI ഉപയോഗിച്ച് 1 ലക്ഷം രൂപ വരെ അയക്കുവാനായി സാധിക്കും. എന്നാൽ ചില ബാങ്കുകൾ ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റും അതുപോലെ തന്നെ വൺ ടൈം അയക്കാൻ സാധിക്കുന്ന എമൗണ്ടിലും അവരുടേതായ രീതിയിൽ കസ്റ്റമൈസേഷൻ വരുത്തിയിട്ടുണ്ട്. ഇതാണ് UPI ഇഷ്യൂയിങ് ബാങ്ക് വൈസ് ലിമിറ്റ് എന്ന് പറയുന്നത്. വിശദാംശങ്ങൾ നമുക്കൊരു ഗൂഗിളിൻ്റെ ഒരു
ഫോമിൽ ലഭ്യമാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആക്സിസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് 1 ലക്ഷം രൂപ ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. UPI ട്രാൻസാക്ഷൻ ലിമിറ്റ് 1 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ UPI ഡെയിലി ലിമിറ്റും 1 ലക്ഷം രൂപയാണ്. അലഹബാദ് ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് 25,000 രൂപയാണ്. 1 ലക്ഷം രൂപ നമുക്ക് അയക്കാം, പക്ഷേ ഒറ്റ ട്രാൻസാക്ഷന് 25,000 രൂപ അയക്കുവാനായി സാധിക്കൂ. പിന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അതുപോലെ തന്നെ 10,000 രൂപ ഒറ്റ ട്രാൻസാക്ഷനിൽ അയക്കുവാനായി സാധിക്കും. പിന്നെ കോർപ്പറേഷൻ ബാങ്കിൽ 50,000 രൂപ, DCB ബാങ്കിൽ നമുക്ക് 5,000 രൂപ മാത്രമേ അയക്കുവാനായി സാധിക്കൂ. അതിപ്പോൾ ഒറ്റ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റും 5,000 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ ചില ബാങ്കുകൾ UPI ട്രാൻസാക്ഷൻ ലിമിറ്റിലും അതുപോലെ തന്നെ UPI ഡെയിലി ലിമിറ്റിലും ചേഞ്ചസ് അവരുടേതായ രീതിയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഹാൻഡ്സെറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ UPI പിൻ ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആദ്യമായിട്ട് UPI ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴോ ആദ്യത്തെ 24 മണിക്കൂറത്തേക്ക് നമുക്ക് ചില ബാങ്കുകളുടെ അക്കൗണ്ടുകൾ വഴി 5,000 രൂപ മാത്രമേ അയക്കാനായി സാധിക്കൂ. ആദ്യത്തെ 24 മണിക്കൂർ വരെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് പല ബാങ്കുകളും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി UPI ട്രാൻസാക്ഷന് സർവീസ് ചാർജ് ഉണ്ടോ? UPI ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്നാൽ ചില ബാങ്കുകൾ സർവീസ് ചാർജ് ഈടാക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകളുണ്ട്. മിക്ക ബാങ്കുകളുടെയും ഒരു മാസത്തെ ഫ്രീ ആയിട്ടുള്ള UPI ട്രാൻസാക്ഷൻ്റെ എണ്ണം 20 ആണ്. 20-ൽ കൂടുതൽ നടത്തി കഴിഞ്ഞാൽ ചില ബാങ്കുകൾ സർവീസ് ചാർജ് ഈടാക്കുന്നു എന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. അത് ഈടാക്കുന്നത് HDFC ബാങ്ക്, കൊടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക് പോലുള്ള ചില ബാങ്കുകളാണ്. കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ഇത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു മാസം 20 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് അവർ നൽകിയിരിക്കുന്നത്. 20-ന് മുകളിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് താഴെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 2.5 രൂപ പ്ലസ് GSTയും, 1000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 5 രൂപ പ്ലസ് GSTയും പെർ ട്രാൻസാക്ഷന് അവർ സർവീസ് ചാർജ് ഈടാക്കുമെന്ന് അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് UPI പേയ്മെൻറ്റ് സിസ്റ്റത്തെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് UPI വഴി നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാൻ നേരത്ത് ട്രാൻസാക്ഷൻ ഫെയിലായി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായി കഴിഞ്ഞാൽ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ UPI ഉപയോഗിച്ച് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി